നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി താഴെയിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പിണറായി വിജയൻ സ്വന്തം പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതിയത്രേ. പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പതാക വിവാദത്തോടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത്. കോൺഗ്രസ് SDPIയുടെ പിന്തുണ സ്വീകരിക്കില്ലെന്നും പ്രചരണം എങ്ങനെ നടത്തണമെന്ന് AKG സെന്ററിൽ നിന്ന് സ്റ്റഡി ക്ലാസ് UDFന് വേണ്ടെന്നും പിണറായി വിജയൻ പതാക വിവാദം ഉണ്ടാക്കുന്നത് BJPയെ സന്തോഷിപ്പിക്കാനാണെന്നുമൊക്കെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും ഭൂരിപക്ഷ വിഭാഗത്തിന്റെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ല. SDPI UDFന് നൽകിയിട്ടുള്ള പിന്തുണയും അതേ പശ്ചാത്തലത്തിലാണ് UDF കാണുന്നത്. ജനങ്ങൾ വ്യക്തിപരമായാണ് വോട്ട് ചെയ്യുന്നത്. എല്ലാ വിഭാഗങ്ങളും UDFന് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. മുഖ്യമന്ത്രിയും BJPയും വീണ്ടും ഒക്കെ ചെങ്ങാതിമാരായി മാറിയിരിക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ നടത്തിയ റോഡ് ഷോയിൽ പതാകകൾ ഒന്നും കണ്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി സ്റ്റഡി ക്ലാസ് എടുക്കണ്ട. AKG സെന്ററിൽ നിന്നും തീരുമാനിക്കുന്നതല്ല UDFന്റെ പ്രചരണ രീതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതാക വിവാദം ഉണ്ടാക്കിയത് BJPയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ വിവാദം ഉണ്ടാക്കുന്നത് പിണറായി വിജയനാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെട്ട് മരപ്പട്ടിയും നീരാളിയും ആകാതിരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും മറുവശത്ത് BJPക്ക് ഇടമുണ്ടാക്കാനും സന്തോഷിപ്പിക്കാനുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇതൊക്കെ പറയുന്നത്. നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പിണറായി വിജയൻ ആക്രമണം നടത്തുന്നത്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയോടാണ് അപകീർത്തിപ്പെടുത്തി BJPയെ സന്തോഷിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം. അത് വിലപ്പോവില്ല. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണമെന്ന് AKG സെന്ററിൽ തീരുമാനിക്കട്ട. പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാൽ മതി. ദേശാഭിമാനിയും കൈരളിയും ഒന്നും UDFന്റെ പ്രചരണം തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രക്ഷകനായി ഗവർണർ വരും. അപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വിവാദം തെരുവിലെത്തും. സമാധാനകാലമാകുമ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്നും രാജ്ഭവനിലേക്കും രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും എത്തും. ഇതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി മണികുമാറിനെ നിയമിച്ചത്. ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനത്തെ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് വിശദമായി കത്ത് നൽകിയിരിക്കുന്നതാണ്. ഇത്രയും കാലം തീരുമാനമെടുക്കാതെ ഇപ്പോൾ നിയമനം നടത്തിയതിലൂടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ വീണ്ടും ധാരണയിലെത്തിയെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതിനു മുൻപും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നിച്ചപ്പോഴൊക്കെ ഇതുപോലുള്ള നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത്തരം തീരുമാനങ്ങളാണ് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കിയത്, വി.ഡി. സതീശൻ പറഞ്ഞു.